എല്ലാവർക്കും നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൻ്റെ മനസ്സ് മാറുമോ എന്നുള്ള ചർച്ചയാണ് ചൂടേറുന്നത്. കഴിഞ്ഞ 4 തവണത്തെ നിയമസഭാ മത്സരത്തിൽ LDFിനൊപ്പമായിരുന്നു പീരുമേട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDFിനൊപ്പമായി. 2024 തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ അവരവരുടെ വോട്ടുകൾ ശേഖരിക്കാനുള്ള തിരക്കിലാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആനന്ദ് ഹൈപ്പർമാർട്ട്, താജ് ബിൽഡിംഗ്, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇത്തവണ പീരുമേടിന്റെ മനംമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇത്തവണയും മണ്ഡലം ചതിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് UDFിന്റെ പ്രചരണം. ആ പതിവ് ഇക്കുറി മാറ്റിമറിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് LDFും. തമിഴ് വംശജർക്ക് നിർണായക സ്വാധീനമുണ്ട് പീരുമേട്ടിൽ. ഏലപ്പാറ, പീരുമേട്, വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിൽ ഇവരാണ് ഭൂരിപക്ഷം. 1967 മുതൽ 82 വരെ 4 തവണ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു മണ്ഡലം. 82-ൽ KK തോമസിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തു. ഹാർട്ടിക് വിജയത്തോടെ KK തോമസ് കുത്തകയാക്കിയ മണ്ഡലം 96-ൽ ഉടുമ്പൻചോലയിൽ നിന്നും മത്സരിക്കാനെത്തിയ കേരള കോൺഗ്രസ് മാത്യു സ്റ്റീഫനെ പരാജയപ്പെടുത്തി CA കുര്യൻ മണ്ഡലം ഇടതുപക്ഷത്താക്കി. 2001-ൽ കോൺഗ്രസ് തന്നെ മത്സരിക്കാനിറങ്ങിയപ്പോൾ CA കുര്യനെ തോൽപ്പിച്ച് EM അഗസ്തി മണ്ഡലം UDF വടിയിലാക്കി. 2006 മുതൽ ഇടതുഭൂമിയാണ് പീരുമേട്. CPIക്ക് നൽകിയ സീറ്റിൽ 2006-ലും 2011-ലും 2016-ലും ES ബിജിമോൾ വിജയിച്ച് ഹാർട്ടിക് തികച്ചു. ഇതേസമയം ഇതിനുശേഷം വന്ന 2019-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിന് പീരുമേട്ടിൽ 23,380 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഴൂർ സോമൻ 1935 വോട്ടിന് ജയിക്കുകയുമുണ്ടായി. ഈ തിരിച്ചുവരവിന്റെ ആത്മവിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. നിയമസഭയിലേക്ക് ഇടതിനെയും പാർലമെന്റിലേക്ക് UDFിനെയും എന്ന നയം ഇക്കുറി തുടരുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അതേസമയം മോദി ഗ്യാരണ്ടിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ പീരുമേട് നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാക്കാനാണ് BDJS സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥനെ മുൻനിർത്തി NDAയുടെ ശ്രമം. തോട്ടം മേഖലയിലെ പ്രതിസന്ധിയാണ് ഏലപ്പാറ, ഉപ്പുതറ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രധാന പ്രശ്നങ്ങൾ. പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന പീരുമേട് ടീ കമ്പനി, വാഗമണിലെ MMJ തോട്ടം എന്നിവ തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അടഞ്ഞുകിടക്കുന്ന തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതും വരുമാനം നിലച്ചതും ഹൈറേഞ്ചിന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചു. കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളിലെ വന്യമൃഗ അക്രമങ്ങളും കൃഷി നശിപ്പിക്കലും ഈ മേഖലയിലെ ചൂടേറിയ വിഷയങ്ങളാണ്. അയ്യപ്പൻ കോവിലിലെ പട്ടയ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടില്ല. 9 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പീരുമേട് മണ്ഡലം.